ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. ഇനി നമുക്ക് പറയേണ്ട ഭാഗം നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ശ്രദ്ധിക്കണം. അഡീഷൻ ഓഫ് വെക്ടേഴ്സ്, വെക്ടേഴ്സിന്റെ അഡീഷൻ ആണ് നമുക്ക് പറയേണ്ടത്. അതായത് വെക്ടേഴ്സിനെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ കൂട്ടാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. അപ്പൊ ഇവിടെ രണ്ട് വെക്ടേഴ്സ് കൂട്ടാൻ നിങ്ങൾക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാഫിക്കൽ, ചിത്രം വരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതല്ലാതെ ഒരു അനലിറ്റിക്കൽ മെത്തേഡും കൂടി ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഏത് മെത്തേഡാണ്? ഗ്രാഫിക്കൽ മെത്തേഡാണ്. അപ്പൊ ഈ ഗ്രാഫിക്കൽ മെത്തേഡ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. എന്റെ വീഡിയോയിലല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എഴുതുന്നിടത്താണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. വീഡിയോയിലല്ല, എഴുതുന്നിടത്താണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ രണ്ട് മെത്തേഡ് ഉണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. അതിലെ ഒന്നാമത്തതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തില്? ത്രികോണം അല്ലെ? ത്രികോണ നിയമം. വെക്ടർ അഡീഷന്റെ, അതായത് വെക്ടർ കൂട്ടുന്നതിന്റെ ത്രികോണ നിയമം, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളെ ടോപ്പിക് എന്താണ്? വെക്ടേഴ്സിനെ എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. അത് തന്നെ രണ്ട് മെത്തേഡ് ഉണ്ട്. ഗ്രാഫിക്കൽ ഉണ്ട്, അല്ലാത്തതുണ്ട്. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഏത് മെത്തേഡിനെ കുറിച്ചിട്ടാണ്? ഗ്രാഫിക്കൽ മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ട്രയാങ്കിൾ ഉണ്ട്, പാരലോഗ്രാം ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും എന്റെ വീഡിയോയിലല്ല ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എഴുതുന്ന ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ രണ്ട് വെക്ടേഴ്സ് എടുക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, രണ്ട് വെക്ടേഴ്സ് ഞാൻ എടുക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ച് കാണിക്കാം. രണ്ട് വെക്ടേഴ്സ്. അപ്പൊ ഇതൊരു വെക്ടറാണ്. ഈ വെക്ടറിനെ ഞാൻ മാർക്ക് ചെയ്യാണ് വെക്ടർ എ. എല്ലാരും കണ്ടില്ലേ? ഇനി ഞാൻ ഇവിടെ തന്നെ വേറൊരു വെക്ടറും കൂടി എടുക്കാം. ഇവിടെ തന്നെ വേറൊരു വെക്ടർ, വെക്ടർ ബി. ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് കിട്ടും. എ ഉണ്ട്, ബി ഉണ്ട്. എങ്ങനെയാ കാണിച്ചത്? ഗ്രാഫിക്കൽ ആയിട്ടാണ് കാണിച്ചത്. എല്ലാരും കാണുന്നില്ലേ? യെസ് സർ. അപ്പൊ ചെയ്യേണ്ടത് ഈ രണ്ട് വെക്ടേഴ്സിനെയും കൂടി ആഡ് ചെയ്യണം. അപ്പൊ എനിക്ക് കാണേണ്ടത് എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി ആണ് കാണേണ്ടത്. അപ്പൊ എ പ്ലസ് ബി കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് മെത്തേഡ് ഉണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ രണ്ട് മെത്തേഡ് ഉണ്ട്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ട്, അതേപോലെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എ പ്ലസ് ബി ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എ എന്നുള്ള വെക്ടർ അങ്ങനെ തന്നെ വെക്കുക. എ എന്നുള്ള വെക്ടർ അങ്ങനെ തന്നെ വെക്കുക. അപ്പൊ ഞാൻ ഒന്ന് ശരിക്കും റീഡ്രോ ചെയ്യാണ്. എ എന്നുള്ള വെക്ടർ അതേ രൂപത്തിൽ ഞാനൊന്ന് റീഡ്രോ ചെയ്യാണ്. എ എന്നുള്ള വെക്ടർ അതേ രൂപത്തിൽ ഞാൻ റീഡ്രോ ചെയ്യും. റൈറ്റ് സൈഡിലേക്ക് വരച്ചു അതേ രൂപത്തിൽ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബി എന്നുള്ള വെക്ടർ എടുക്കുക. ബി എന്നുള്ള വെക്ടറിന്റെ ടെയിൽ എന്ന് പറഞ്ഞാൽ വാല്, ഹെഡ് എന്ന് പറഞ്ഞാൽ ആരോ മാർക്കുള്ള ഭാഗം. അപ്പൊ ബി എന്നുള്ള വെക്ടറിന്റെ ടെയിൽ എടുത്തിട്ട്, വാലെടുത്തിട്ട് എ എന്നുള്ള വെക്ടറിന്റെ ഹെഡ് കൊണ്ടുപോയി വെക്കാം. ബി എന്നുള്ള വെക്ടറിന്റെ ടെയിൽ എടുത്തിട്ട് എ എന്നുള്ള വെക്ടറിന്റെ ഹെഡ് കൊണ്ടുപോയി വെക്കാം. അപ്പൊ ഞാൻ വെക്കുന്നത് ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡ് ഫിഗർ എല്ലാവരും നോക്കാം.
അപ്പൊ ഡയറക്ഷനും മാറരുത്, മാഗ്നിറ്റ്യൂഡും മാറരുത്, ഒന്നും മാറരുത്. അപ്പൊ ബി എന്നുള്ള വെക്ടർ എടുത്തിട്ട് എ എന്നുള്ള വെക്ടറിന്റെ ടെയില് കൊണ്ടുപോയി വെച്ചു. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഒരു ട്രയാങ്കിളിന് എത്ര സൈഡാ ഉണ്ടാവുക? 3 അല്ലെ? അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് ഈ സ്റ്റേറ്റ്മെന്റിൽ ഒന്ന് നോക്കുക. ഇഫ് ടു വെക്ടേഴ്സ്, ഞാൻ എഴുതിയ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇഫ് ടു വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദ two sides of a triangle in the same order. അതാണ് ഇപ്പൊ ഞാൻ ചെയ്തത്. എയും ബി എടുത്തിട്ട് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡാക്കി മാറ്റി ഒരേ ഓർഡറിൽ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ട്രയാങ്കിൾ ക്ലോസ് ചെയ്യാം. ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആക്കാം ഇൻ ദ ഓപ്പോസിറ്റ് ഓർഡർ. ഓപ്പോസിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അപ്പൊ ഈ ട്രയാങ്കിൾ ഇപ്പൊ കംപ്ലീറ്റ് ആയി. ഓപ്പോസിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ വരിക. സെയിം ഓർഡർ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്. സെയിം ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതേ ഓർഡറിൽ വരികയാണെങ്കിൽ ആരോ മാർക്ക് ഇങ്ങനെ കൊടുത്താൽ ഇതേ ഓർഡർ ആയി. നമുക്ക് എ ബി അതേ ഡയറക്ഷൻ, അങ്ങനെയല്ല കൊടുക്കേണ്ടത്, ഓപ്പോസിറ്റ് ഓർഡറിൽ കൊടുക്കാം. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആയോ? അപ്പൊ ഈ ട്രയാങ്കിൾ ഈ ക്ലോസ് ചെയ്ത സൈഡ് ആയിരിക്കും ഏത്? എ പ്ലസ് ബി. ഇതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇതാണ് ഏത്? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ നമ്മളെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്നുകൂടി പരിചയപ്പെടുക. എന്താ സ്റ്റേറ്റ്മെന്റ്? ഇഫ് ടു വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ ദ സെയിം ഓർഡർ, then their resultant എന്ന് പറഞ്ഞാൽ കൂട്ടിയാ കിട്ടുന്നത് സമ്മ് ഈസ് റെപ്രസെന്റഡ് ബൈ, അതിനെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം? തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡ് ഏത് ഓർഡറിൽ? ഇപ്പൊ എടുത്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓർഡർ. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഏത്? എ പ്ലസ് ബി. ഇതിനെ പറയുന്നതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? അപ്പൊ എ പ്ലസ് ബി ആണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? എ എന്നുള്ള വെക്ടറിനെ അങ്ങനെ തന്നെ വെക്കുക, ഒന്നും ചെയ്യണ്ട. ബി എന്നുള്ള വെക്ടറിന്റെ ടെയിൽ എടുത്തിട്ട് എ എന്നുള്ള വെക്ടറിന്റെ ഹെഡ് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് അതൊരു ട്രയാങ്കിൾ ആക്കി മാറ്റുക. ട്രയാങ്കിൾ ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ ഒരു സൈഡ് കൂടി വരയ്ക്കണം. അപ്പൊ ആ സൈഡാണ് ഏത്? എ പ്ലസ് ബി. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇനി ഞാൻ ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ കാണിക്കുകയാണ്, നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി. ഇപ്പൊ എനിക്ക് ബി പ്ലസ് എ ആണ് കാണേണ്ടതെന്ന് വിചാരിക്കാം. ബി പ്ലസ് എ ആണ് കാണേണ്ടത്. അപ്പൊ ബി പ്ലസ് എ ആണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോ പറഞ്ഞ പ്രകാരം എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ വെക്ടർ ബി ഇതങ്ങനെ തന്നെ വരയ്ക്കാം. ബി എന്നുള്ള വെക്ടർ നിങ്ങൾ അതേ രൂപത്തിൽ വരയ്ക്കാം. അപ്പൊ ഞാൻ കാണിക്കാൻ പോവാണ്, ശ്രദ്ധിക്കുക. ബി എന്നുള്ള വെക്ടർ ഞാൻ അതേ രൂപത്തിൽ വരയ്ക്കാം. ബി എന്നുള്ള വെക്ടർ ഞാൻ അതേ രൂപത്തിൽ, അതേ മാഗ്നിറ്റ്യൂഡ്, അതേ ഡയറക്ഷൻ, അതിലൊന്നും മാറ്റം വരുത്താൻ പാടില്ല. മാറ്റം വരുത്തിയ വെക്ടർ മാറിപ്പോകും. ഓക്കെ. അപ്പൊ ബി എന്നുള്ള വെക്ടർ വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ആരെങ്കിലും ഒരാൾ പറയൂ. ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കുന്ന ആള് സഞ്ജയ്. ഇനി എന്താ ചെയ്യേണ്ടത് പറയൂ. എന്താ ചെയ്യേണ്ടത്? ഓർക്കാൻ പറയും. എ എന്നുള്ള വെക്ടറിന്റെ ക്ലിയർ ആവില്ല. റിയാൻ എന്ന് പറഞ്ഞേ. റിയാൻ
റിയാനെ ഒന്ന് പറയൂ, എന്താ ചെയ്യേണ്ടത് ഇനി? അത് ബിയുടെ ഹെഡില് എയുടെ ടെയിൽ മുതൽ വരയ്ക്കുക. ഓക്കെ, വെരി ഗുഡ്. എന്റെ ടെയിൽ എടുത്തിട്ട് ബിന്റെ ഹെഡ് കൊണ്ടുപോയി വെക്കാം അല്ലേ? എന്റെ ടെയിൽ എടുത്തിട്ട് ബിന്റെ ഹെഡ് കൊണ്ടുപോയി വെക്കാം. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഒന്നും മാറരുത് കേട്ടോ. ബിന്റെ ഹെഡ് കൊണ്ടുപോയി വെക്കാം. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് പറയൂ? ഇനി എന്താ ചെയ്യേണ്ടത്? ആരെങ്കിലും ഒരാൾ പറയൂ. ഇനി എന്താ ചെയ്യേണ്ടത്? B+A കാണണം. എന്താ ചെയ്യേണ്ടത്? തേർഡ് സൈഡ് വരയ്ക്കണം. ഈ ട്രയാങ്കിളിലെ തേർഡ് സൈഡ് വരയ്ക്കുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓർഡർ. ഓക്കെ ആണോ? ഓപ്പോസിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടായത്. AB എന്ന് പോയ ഓർഡർ നോക്കുക. AB പോയ ഇങ്ങനെ ഓർഡർ, BA ഇങ്ങനെ പോകുന്നത് ക്ലോക്ക് വൈസ് ആയിട്ട്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മള് B+A വരയ്ക്കേണ്ടത്. അപ്പൊ നോക്കുക, ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ അല്ലെ, തേർഡ് സൈഡ് ഇതായിരിക്കും ഏത്? B+A. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ A+Bയും B+Aയും ഒന്ന് നോക്കൂ. രണ്ടും എന്താ? ഞാൻ പറയും, A+Bയും B+Aയും രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പൊ ഈ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. സാർ ഓപ്പോസിറ്റ് ഓർഡർ ഒന്ന് പറയും എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാന് ഫസ്റ്റ് ഫിഗർ എടുക്കാം. ഈ ഫസ്റ്റ് ഫിഗറില് എയും ബിയും പോകുന്ന ഓർഡർ ഇങ്ങനല്ലേ? ഫസ്റ്റ് ഫിഗർ ആണ്. എ ബി ഇങ്ങനല്ലേ പോകുന്നത് അല്ലെ? ആരോ മാർക്ക് നോക്കുക. എന്റെ ആരോ ഇങ്ങനെ, ബിന്റെ ആരോ അല്ലെ? അതേ ഓർഡർ എന്ന് പറഞ്ഞാല് ഇങ്ങനെ വരണം, ഈ ഡയറക്ഷൻ. ഓക്കെ ആണോ? കാണുന്നുണ്ടോ? ഞാൻ വരച്ച് കാണുന്നുണ്ടോ? യെസ് സർ. ചോദിച്ചാല് ഞാൻ വരച്ച് കാണുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ എ ബി ഇങ്ങനെ അതേ ഓർഡർ ആണ്. പക്ഷെ അതേ ഓർഡറിലാണ് ഞാൻ A+B വരച്ചത് അല്ല? ആരോ മാർക്ക് നേരെ ഓപ്പോസിറ്റ് ആവുന്നത് കണ്ടില്ലേ? A+Bന്റെ ആരോ മാർക്ക് കണ്ടില്ലേ? ഇനി ഈ രണ്ടാമത്തെ ഫിഗർ ഒന്ന് നോക്കൂ. രണ്ടാമത്തെ ഫിഗറില് B+Aന്റെ ഓർഡർ നോക്കാം. BA ഇങ്ങനെ ആരോ മാർക്ക് പോകുന്നത് ഇങ്ങനെ തിരിച്ചു വരിക വേണ്ടി അല്ലെ? ബട്ട് ഞാൻ ഇതിന്റെ ആരോ അങ്ങനെയാണോ കൊടുത്തത്? ഈ ആരോ എങ്ങനെയാ? ഓപ്പോസിറ്റ് അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ. അതാണ് ഓപ്പോസിറ്റ് ഓർഡർ എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ ഇപ്പൊ രണ്ട് പാരലൽ വെക്ടേഴ്സോ? നമ്മളിപ്പോ പറയുന്നത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ആരാ ചോദിച്ചാൽ? പേരാരായിരുന്നു? സർ കെവിൻ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നത് രണ്ട് വെക്ടേഴ്സുകൾ തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ പാരലലും ആന്റി പാരലലും വെക്ടേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം അത് നമ്മൾ പിന്നീട് പറയും. ഓക്കെ, നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞുകൂടാ.
അതുകൊണ്ട് അത് നമ്മൾ ഈ മെത്തേഡ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയും പാരലൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആന്റി പാരലൽ ആയിട്ടുള്ള വെക്ടേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറയുന്നത് രണ്ട് വെക്ടേഴ്സുകൾ തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാവണം. അങ്ങനെയുള്ള കേസിലുള്ള അഡീഷൻ ആണ് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ചോദിച്ചാല് ക്ലിയർ അല്ലേ? യെസ് സർ. എല്ലാരും മനസ്സിലാക്കുക, രണ്ട് വെക്ടേഴ്സുകൾ തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഇവ തമ്മിൽ ആംഗിൾ ഇല്ലെങ്കിൽ, അതായത് പാരലൽ അല്ലെങ്കിൽ ആന്റി പാരലൽ ആണെങ്കിൽ ആഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. ആ ഭാഗം നമുക്ക് പിന്നീട് പറയാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതിനെ കുറിച്ചിട്ടാണ്? അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. ഏത് മെത്തേഡാണ്? ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഗ്രാഫിക്കൽ മെത്തേഡിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷന്റെ വേറെ ഒരു മെത്തേഡ് കൂടിയുണ്ട്. ഏതാണത്? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഏതാണ്? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ ഇത് ഞാൻ പറയാം, ശ്രദ്ധിക്കുക എല്ലാവരും. എന്താണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ? അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് രണ്ട് വെക്ടേഴ്സ് എടുക്കാം. രണ്ട് വെക്ടേഴ്സ്. അപ്പൊ ഞാൻ ഒരു വെക്ടർ എടുത്തു, വെക്ടർ എ. അതേപോലെ എനിക്ക് വേറൊരു വെക്ടർ ഉണ്ട്, രണ്ടാമത്തെ വെക്ടർ. വേറൊരു വെക്ടർ ഉണ്ട്, ബി, വെക്ടർ ബി. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സിനെ എനിക്ക് ആഡ് ചെയ്യണം. ഏത് മെത്തേഡ് ഉപയോഗിച്ച് ആഡ് ചെയ്യേണ്ടത്? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ഇതിനെ ആഡ് ചെയ്യണം, കൂട്ടണം. എങ്ങനെയാ? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. എന്താ പാരലോഗ്രാമിന്റെ മലയാളം? പാരലോഗ്രാമിന്റെ മലയാളം അറിയില്ലേ? എല്ലാരും ഇംഗ്ലീഷ് മീഡിയം? മലയാളം മീഡിയം ആരുമില്ലേ? ഉണ്ടോ? മലയാളം ആരുമില്ലേ? മലയാളം ആരുമില്ല? ഓക്കെ. അപ്പൊ നോക്കുക, ഉണ്ടല്ലോ അല്ലെ? ആരാണ്? എന്താ പറയാ? സമചതുരം ആണോ? സാമാന്തരികം. ആ, സാമാന്തരികം. അപ്പൊ മലയാളം മീഡിയത്തിലുള്ള ആളുകൾ മനസ്സിലാക്കുക, സാമാന്തരികം നിയമമാണ് നമ്മൾ പറയുന്നത്. വെക്ടർ അഡീഷന്റെ സമാന്തരം നിയമം. ഓക്കെ. അപ്പൊ നോക്കുക, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, സപ്പോസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് a+b ആണെന്ന് വിചാരിക്കുക. a+b ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് a എന്നുള്ള വെക്ടറിനെ അങ്ങനെ തന്നെ വരയ്ക്കാം, ഒരു മാറ്റവും ഉണ്ടാവില്ല. a എന്നുള്ള വെക്ടറിനെ അങ്ങനെ തന്നെ വരയ്ക്കാം. അപ്പൊ ഞാൻ a എന്നുള്ള വെക്ടർ അങ്ങനെ തന്നെ വരയ്ക്കുകയാണ്. ശ്രദ്ധിക്കണേ, a എന്നുള്ള വെക്ടർ ഞാൻ അങ്ങനെ തന്നെ വരച്ചു. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബി എന്നുള്ള വെക്ടറിന്റെ ടെയിൽ എടുത്തിട്ട്, ബി എന്നുള്ള വെക്ടറിന്റെ ടെയിൽ എടുത്തിട്ട്, നേരത്തെ നിങ്ങൾ എവിടെയാ വെച്ചത്? ബി എന്നുള്ള വെക്ടറിന്റെ ടെയിൽ എടുത്തിട്ട് എന്റെ ഹെഡിൽ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ബി എന്നുള്ള വെക്ടറിന്റെ ടെയിൽ എടുത്തിട്ട് എ എന്നുള്ള വെക്ടറിന്റെ ടെയിൽ കൊണ്ടുപോയി വെക്കാം. ബി എന്നുള്ള വെക്ടറിന്റെ ടെയിൽ എടുത്തിട്ട് എ എന്നുള്ള വെക്ടറിന്റെ ടെയിൽ കൊണ്ടുപോയി വെക്കാം. ഡയറക്ഷനും മാറരുത്, മാഗ്നിറ്റ്യൂഡും മാറരുത്. ഇതൊക്കെയാണോ? അപ്പൊ ഞാൻ ബി എന്നുള്ള വെക്ടർ എടുത്തിട്ട് അതിന്റെ ടെയിൽ എടുത്തിട്ട് എ എന്നുള്ള വെക്ടറിന്റെ ടെയിൽ കൊണ്ടുപോയി വെച്ചു. അപ്പൊ ഇതൊരു പാരലോഗ്രാമിന്റെ രണ്ട് സൈഡായി മാറി. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനൊരു പാരലോഗ്രാം ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിനെ ഒരു പാരലോഗ്രാം ആയിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം.
ഓക്കെ ആണോ? എന്നിട്ട് ഈ പാരലോഗ്രാമിന്റെ ഡയഗണൽ എടുക്കുക. ഡയഗണൽ എന്ന് പറയുമ്പോൾ 2 ഡയഗണൽ വരയ്ക്കാം. അപ്പൊ നിങ്ങൾ എടുക്കേണ്ട ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ 2 വെക്ടേഴ്സിന്റെയും ടെയിലുള്ള പോയിന്റ്, ആ പോയിന്റ് നിന്നാണ് നിങ്ങൾ ഡയഗണൽ വരയ്ക്കേണ്ടത്. അപ്പൊ ഇവിടുന്ന് ഡയഗണൽ, ഈ ഡയഗണലാണ് ഏത് വരിക? എ പ്ലസ് ബി. ഈ ഡയഗണലാണ് ഏത്? എ പ്ലസ് ബി. ഇതാണ് ഏത് ലോ? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പൊ ഇവിടെ നോക്കുക, എന്താ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ? സ്റ്റേറ്റ്മെന്റ് നോക്കാം. If 2 vectors can be represented by the 2 adjacent sides of a parallelogram, ആ 2 വെക്ടേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക? പാരലോഗ്രാമിന്റെ 2 അടുത്തടുത്ത സൈഡ് ആയിട്ട് എടുക്കുക. ഫ്രം എ കോമൺ പോയിന്റ്, ഒരു കോമൺ പോയിന്റ്. Then the resultant, അതിന്റെ സമ്മ് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം? ബൈ ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം. ആ പാരലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും. ഏതിലൂടെ പാസ് ചെയ്യുന്ന? പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ്. ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 2 ടെയിലും ജോയിൻ ചെയ്യുന്ന പോയിന്റ്. ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഡയഗണൽ ആയിരിക്കും ഏത്? അതിന്റെ റിസൾട്ടന്റ്. ഇത് ക്ലിയർ ആണോ? യെസ് സർ. യെസ് സർ. ക്ലിയർ അല്ലേ? യെസ് സർ. ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമ്മള് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ പറഞ്ഞു, അതേപോലെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ തന്നെ ഉപയോഗിക്കാം. അപ്പൊ അതും കൂടി ഒന്ന് പറയാൻ ശ്രദ്ധിക്കാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിക്കാം. എന്താ? എ എന്നുള്ള വെക്ടർ അങ്ങനെ തന്നെ എടുക്കാം. അപ്പൊ എ എന്നുള്ള വെക്ടറായി. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ ചെയ്യേണ്ടത് ബി എന്നുള്ള വെക്ടറിന്റെ ടെയിൽ എടുത്തിട്ട് എയിൽ കൊണ്ടുവെക്കുക, അല്ലെ? ബി എന്നുള്ള വെക്ടറിന്റെ ടെയിൽ എടുത്തിട്ട് എയിൽ കൊണ്ടുവെക്കുക. ബി എന്നുള്ള വെക്ടറിന്റെ ടെയിൽ എടുത്തിട്ട് എയിൽ കൊണ്ടുവെക്കുക, എന്റെ ഹെഡിൽ. മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും ഒന്നും മാറ്റം ഉണ്ടാവരുത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ട്രയാങ്കിൾ ക്ലോസ് ചെയ്യാം. ഈ ട്രയാങ്കിൾ ക്ലോസ് ചെയ്യാം. ഈ ട്രയാങ്കിൾ ക്ലോസ് ചെയ്താൽ ഈ രൂപത്തിൽ, അല്ലേ? അപ്പൊ ഇതാണ് എ പ്ലസ് ബി. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? നിങ്ങൾ പാരലോഗ്രാം ഉപയോഗിച്ചാലും ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചാൽ രണ്ടും റിസൾട്ട് എന്താണ്? സെയിം ആണ്. Am I correct? അല്ലേ? Yes sir. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമ്മള് ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല. എല്ലാവർക്കും ക്ലിയർ അല്ലേ? 2 വെക്ടേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അത് അഡീഷനിൽ തന്നെ ഏത് മെത്തേഡാ പറഞ്ഞത്? ഗ്രാഫിക്കൽ മെത്തേഡാണ് പറഞ്ഞത്, ചിത്രം വരച്ചിട്ട് ചെയ്യുന്നത്. അത് തന്നെ 2 ഉണ്ട്. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ട്, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, ശ്രദ്ധിക്കാം. അപ്പൊ അതിന്റെ മുമ്പേ നിവേദ്യ മൈക്ക് ഒന്ന് ഓണാക്കൂ. നിവേദ്യ. ഓക്കെ. എന്താണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ? മലയാളത്തിലോ ഇംഗ്ലീഷിലോ സിമ്പിൾ ആയിട്ടോ ഒന്ന് പറയൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി, മലയാളത്തിൽ പറഞ്ഞാലും മതി. എന്റെ വെക്ടർ അതേപോലെ വരയ്ക്കുക. എന്നിട്ട് ബിന്റെ വെക്ടർ എടുത്ത് എന്റെ ഹെഡിൽ വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് ഓപ്പോസിറ്റ് ഓർഡറിൽ ട്രയാങ്കിൾ ക്ലോസ് ചെയ്യുക. വെരി ഗുഡ്. റിഷാദ് ഒന്ന് പറഞ്ഞ എന്താണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ? റിഷാദ്. 2 വെക്ടർ എ ബി അങ്ങനെ വരുമ്പം എ
എയുടെ ടെയിലില് ബിയുടെ ടെയിലും കൂടി ജോയിൻ ചെയ്തിട്ട് പാരലോഗ്രാം കണക്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ ആ പോയിന്റിൽ, അതായത് ആ രണ്ട് ടെയിലും ജോയിൻ ചെയ്ത പോയിന്റ് എന്നുള്ള ഡയഗണൽ ആയിരിക്കും എ വെക്ടർ പ്ലസ് ബി വെക്ടർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ഈ വെക്ടർ അഡീഷന്റെ ചില പ്രത്യേകതകളാണ് പറയുന്നത്. വെക്ടർ അഡീഷന്റെ ചില പ്രത്യേകതകൾ. അതിൽ ഒന്നാമത്തത് നോട്ട് വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞ മലയാളം ഒന്നും പഠിക്കണ്ട, അത് ചില ടേമിന്റെ മലയാളം പഠിക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ സാധാരണ പറയുമ്പോൾ KSRTC അല്ലെ, അതിന്റെ മലയാളം പറയാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇതാണ്, A പ്ലസ് ബി ഈക്വൽ ടു ഏതായിരിക്കും, B പ്ലസ് എ. വെക്ടർ നിങ്ങൾ എയും ബിയും കൂട്ടിയാലും ബിയും എയും കൂട്ടിയാലും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇതിനെ പറയുന്നതാണ്, ഈ നിയമത്തെ പറയുന്നതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അപ്പൊ സാധാരണ നമ്മൾ സ്കാലാറിലൊക്കെ പറയാറുണ്ട് 2 + 3 ഏതിന് തുല്യാണ്, 3 + 2 അല്ലെ. 3 2 കൂട്ടിയാലും 2 3 കൂട്ടിയാലും സെയിം ആണ്. ഇതേപോലെ തന്നെ വെക്ടറിലും എയും ബിയും കൂട്ടിയാലും ബിയും എയും കൂട്ടിയാലും സെയിം ആണ്. ഈ നിയമത്തെ നമ്മൾ പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നാണ്. അത് അങ്ങനെ തന്നെ പഠിക്കാം. അടുത്ത പോയിന്റ്, വെക്ടർ അഡീഷൻ ഒബേ അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ ഈ താഴെ പറഞ്ഞ പോയിന്റാണ്. എന്താ താഴെ പറഞ്ഞ പോയിന്റ്? നിങ്ങൾക്ക് 3 വെക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ എയും ബിയും ആദ്യം കൂട്ടിയിട്ട് അതിനോട് സി കൂട്ടിയാലും ബിയും സിയും ആദ്യം കൂട്ടിയിട്ട് അതിനോട് എ കൂട്ടിയാലും തുല്യമായിരിക്കും. ഒരു എക്സാമ്പിൾ സി. ഇപ്പൊ നിങ്ങൾക്ക് 3 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം, 3 3 4. അപ്പൊ ഇത് നിങ്ങൾക്ക് 2 രൂപത്തിൽ ആഡ് ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ ആഡ് ചെയ്യാം, 3 + 3 ആദ്യം കൂട്ടാം, എന്നിട്ട് അതിനോട് 4 കൂട്ടാം. അപ്പൊ എത്ര വരിക, 3 3 6, 6 4 10. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, 3 4 ആദ്യം കൂട്ടാം, എന്നിട്ട് അതിനോട് 3 കൂട്ടിയാൽ മതി. 3 + 4 7, 7 3 ഏതാണ്, 10. അപ്പൊ ഇതാണ് അസോസിയേറ്റീവ് ലോ. A + B + C ഈക്വൽ ടു ഏതാണ്, A + B + C. അതായത് ഇവിടെ 3 3 6 ആദ്യം ഇങ്ങനെ കൂട്ടാം, 3 3 6, 6 4 എന്താണ്, 10. അതേപോലെ രണ്ടാമത്തെ ഏതാണ്, 3 4 ആദ്യം കൂട്ടിയത്, 7 3 എന്താണ്, 10. അതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? വെക്ടർ അഡീഷൻ ഒബേ അസോസിയേറ്റീവ് ലോ, വെക്ടർ അഡീഷൻ ഒബേ കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇത് രണ്ട് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയുന്നത് വെക്ടർ സബ്സ്ട്രാക്ഷൻ ആണ്. സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. ഒരു വെക്ടറിന് വേറെ വെക്ടർ കുറയ്ക്കാൻ ഈസ് ഈക്വലന്റ് ടു ഏതിന് തുല്യമാണ്, ആഡിങ് ദ നെഗറ്റീവ് ഓഫ് ദ വെക്ടർ ടു ബി സബ്സ്ട്രാക്റ്റഡ്. എല്ലാവരും എത്തിയില്ലേ? അപ്പൊ നോക്കുക, നിങ്ങൾക്ക് 2 വെക്ടേഴ്സ്, അതായത് A - B കാണുമെന്ന് വിചാരിക്കാം. A ന്ന് B കുറയ്ക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എനോട് കൂടെ ഏതിനെ കൂട്ടുക, +-B. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതുമ്പോ ചിലപ്പോ ഇതിൽ എന്താ വ്യത്യാസം തോന്നും. ചിലപ്പോ ഇത് 2 സെയിം അല്ലേ, 2 സെയിം തന്നെയാണ്. ബട്ട് ഈ രൂപത്തിലാണ് വെക്ടേഴ്സിനെ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ വെക്ടർ അഡീഷൻ, ഈ വെക്ടർ സബ്സ്ട്രാക്ഷൻ എന്നുള്ളത്. അപ്പൊ ഞാൻ 2 വെക്ടർ കാണിക്കുകയാണ്, എയും ബിയും. ഇതൊരു വെക്ടർ എ. ഞാൻ വേറൊരു വെക്ടർ എടുക്കുകയാണ് ബി എന്നുള്ള വെക്ടർ. ഇത് ബി ആണ്. ഇനി നിങ്ങൾക്ക് കാണേണ്ടത്, ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ, എയും ബിയും. നിങ്ങൾക്ക് കാണേണ്ടത് A - B ആണ്.
എ മൈനസ് ബി കാണാൻ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് എന്താ? എനോട് കൂടെ ഏതിനെ കൂട്ടുക? പ്ലസ് മൈനസ് ബിനെ കൂട്ടുക. അപ്പൊ നിങ്ങൾ മൈനസ് ബി ആദ്യം കാണിക്കാം. ഇവിടെ ബി ഉണ്ട്. അപ്പൊ മൈനസ് ബി എങ്ങനെയാ വരയ്ക്കുക? നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചതാണ് നെഗറ്റീവ് ഓഫ് എ വെക്ടർ. ഡയറക്ഷൻ മാത്രം മാറും, മാഗ്നിറ്റ്യൂഡ് മാറ്റണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് മൈനസ് ബി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എയും മൈനസ് ബിയും കൂടി ആഡ് ചെയ്യണം. എയും മൈനസ് ബിയും കൂടി ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? എനെ നിങ്ങൾ അങ്ങനെ തന്നെ വരയ്ക്കുക. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒന്നും മാറരുത്. എനെ നിങ്ങൾ അതേ രൂപത്തിൽ തന്നെ വരയ്ക്കാം. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അൻഷിത എന്താ ചെയ്യേണ്ടത്? അൻഷിത ഒന്ന് പറയും. എ മൈനസ് ബി ആണ് ഞാൻ കാണേണ്ടത്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അൻഷിത ഒന്ന് പറയും. ബിയുടെ ടെയിൽ എയിൽ വെക്കണം. ബിന്റേതാണോ നമുക്ക് കാണേണ്ടത്? ഏതാ? എ മൈനസ് ബി അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? എ പ്ലസ് മൈനസ് ബി ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ? am I correct? അല്ലേ അൻഷിത? നീ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എ പ്ലസ് മൈനസ് ബിനെ അല്ലേ ആഡ് ചെയ്യേണ്ടത്? അപ്പൊ എന്താ ചെയ്യേണ്ടത്? അൻഷിത മൈക്ക് ഓൺ ആക്കിയിട്ട് പറയൂ, എന്താ ചെയ്യേണ്ടത്? മൈനസ് ബിന്റെ ടെയിൽ എടുത്തിട്ട് അല്ലേ? മൈനസ് ബിന്റെ ടെയിൽ എടുത്തിട്ട് എവിടെ കൊണ്ടുപോയി വെക്കുക? എന്റെ ഹെഡ് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ട്രയാങ്കിള് ക്ലോസ് ചെയ്യാം. അപ്പൊ ഈ റിസൾട്ട് ഇതെന്തായിരിക്കും പറയൂ? എ പ്ലസ് ബി ആണോ എ മൈനസ് ബി ആണോ? ഏതാ? ഇതേതാ? എ പ്ലസ് മൈനസ് ബി ആണ് അല്ലേ? അപ്പൊ ഇത് ഏതിന് തുല്യാണ്? ഏതിന് തുല്യാണ്? എ മൈനസ്. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? എങ്ങനെ നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് കുറയ്ക്കാം? അപ്പൊ വെക്ടേഴ്സിൽ കുറയ്ക്കാന്ന് പറഞ്ഞാൽ കുറയ്ക്കേണ്ട ക്വാണ്ടിറ്റിയുടെ നെഗറ്റീവ് എടുത്തിട്ട് കൂട്ടുക. അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ എ മൈനസ് ബി ആണ് കാണേണ്ടതെങ്കിൽ എനോട് കൂടെ ഏതിനെ കൂട്ടുക? മൈനസ് ബിനെ കൂട്ടുക. കൺസെപ്റ്റ് ക്ലിയർ ആണോ? ആണോ? ഈ ഭാഗത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ പറഞ്ഞ 3 പോയിന്റ് ഏതൊക്കെയാ? ഒന്ന് വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ്. രണ്ടാമത്തെ വെക്ടർ അഡീഷൻ അസോസിയേറ്റീവ് ആണ്. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏതാ? എ പ്ലസ് ബി പ്ലസ് സി ഏതിന് തുല്യാണ്? എ പ്ലസ് ബി പ്ലസ് സി. മൂന്നാമത് നമ്മൾ പറഞ്ഞത് രണ്ട് വെക്ടേഴ്സിനെ എങ്ങനെ കുറയ്ക്കാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കുറയ്ക്കേണ്ട വെക്ടർ ഏതാണോ അതെടുത്തിട്ട് കൂട്ടാം. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലുള്ള ഫോർമുല ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന്, ബോർഡ് എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ ഡെറിവേഷൻ നിങ്ങൾ എഴുതി പഠിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കിട്ടിക്കൊള്ളണമെന്നില്ല. പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കുക എല്ലാവരും. എന്താ? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഓഫ് 2 വെക്ടേഴ്സ്.
നിങ്ങൾ കാണേണ്ടത് രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. The magnitude of resultant of two vectors. ഏതിന്റെ രൂപത്തില്? In terms of magnitudes, in terms of their magnitudes and the angle between them. അപ്പൊ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നൊന്നും പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടൂല. അപ്പൊ ഞാൻ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് പറയാം, എന്നിട്ട് ഫൈനലി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും വരാം. ഓക്കെ, അപ്പൊ ഇതിവിടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ? നമുക്ക് കാണേണ്ടത് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് ആണ്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് വെക്ടേഴ്സ് എടുക്കാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, ഈ ഡെറിവേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ബോർഡ് എക്സാമിലും എൻട്രൻസ് എക്സാമിലും ഒക്കെ ഒരേപോലെ ആവശ്യമുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. രണ്ട് വെക്ടേഴ്സ് എടുക്കുകയാണ് ഞാൻ. അപ്പൊ ഇത് എ എന്നുള്ള വെക്ടറാണ്. എ എന്നുള്ള വെക്ടർ. ഇനി ഞാനൊരു വെക്ടറും കൂടി എടുക്കുകയാണ്, ബി എന്നുള്ള വെക്ടർ. ഈ രണ്ട് വെക്ടേഴ്സും കൂടി ആഡ് ചെയ്യാണ്. അപ്പൊ അടുത്തെടുക്കുന്നത് ബി എന്നുള്ള വെക്ടറാണ്. ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സും പാരലോഗ്രാമിന്റെ രണ്ട് സൈഡ് ആയിട്ടാണ് കാണിച്ചത്. അപ്പൊ ഇത് ബി എന്നുള്ള വെക്ടർ. ഈ രണ്ട് വെക്ടേഴ്സുകൾ തമ്മിലുള്ള ആംഗിള് തീറ്റയാണ്. ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ച് ഇത് ആഡ് ചെയ്യാം. അപ്പൊ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പാരലോഗ്രാം ആക്കി മാറ്റാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ റിസൾട്ടന്റ് നിങ്ങൾക്കറിയാം, പാരലോഗ്രാമിന്റെ ഡയഗണൽ ആണ് ഇത് റിസൾട്ടന്റ്. അപ്പൊ ഞാൻ ആ ഡയഗണൽ ഇവിടെ കാണിക്കാം. ഇതാണ് എ പ്ലസ് ബി. അപ്പൊ എ പ്ലസ് ബിക്ക് പകരം ഞാൻ തൽക്കാലം 6 എന്ന് കൊടുക്കാം. 6 എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ 6 എന്തിന് തുല്യാണ്? ഞാൻ റൈറ്റ് സൈഡ് എഴുതാണ്. 6 എന്തിന് തുല്യാണ്? എ പ്ലസ് ബി. ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി ഞാൻ ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിക്കണേ. ഞാൻ ചെയ്യാൻ പോകുന്നത് എ എന്നുള്ള വെക്ടറിനെ അവിടെ ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ മുമ്പോട്ട് ഇങ്ങനെ കാണിക്കാം. കാണുന്നില്ലേ? എന്നിട്ട് ഇവിടേക്ക് മുകളിൽ നിന്ന് ഒരു നോർമൽ വരയ്ക്കാം. ഫിഗറിൽ നോക്കണേ, ഞാൻ വരയ്ക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കാം. ഇതെല്ലാരും കണ്ടില്ലേ? ഓക്കെ ആണോ? ക്ലിയർ? ക്ലിയർ? എന്നിട്ട് ഞാൻ ചെയ്യാൻ ഇതിന് പേര് കൊടുക്കാം. ശ്രദ്ധിക്കുക, പേര് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞാൻ O എന്ന് കൊടുക്കാം. O, ഈ ജംഗ്ഷൻ P ആണ്, ഇത് Q ആണ്, ഇത് R, ഇത് S. ഓക്കെ, ഇനി ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ആംഗിൾ ആണ്. അത് നിങ്ങൾ പറയണം, ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ എത്രയാ വരിക? ഞാൻ ആ മാർക്ക് ചെയ്ത ആംഗിൾ തീറ്റ. കാരണം ഈ ലൈന് ഏതിന് പാരലലാണ്? SQ എന്നുള്ള ലൈന് ഏതിന് പാരലലാണ്? OP എന്നുള്ള ലൈൻ. OP എന്നുള്ള ലൈൻ ഏതാ? B ആണ്. അപ്പൊ ഈ ആംഗിൾ ഏതാണ്? തീറ്റയാണ്. അപ്പൊ ഇത്രയേ ഫിഗർ ഉള്ളൂ. പിന്നെ ഈ ഫിഗറിന് ഡിറൈവ് ചെയ്യാനാണുള്ളത്. ഫിഗർ നിങ്ങൾ കറക്റ്റ് വരച്ചാൽ ഡെറിവേഷൻ വളരെ ഈസിയാണ്. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഡെറിവേഷൻ ശ്രദ്ധിക്കുക. ഞാൻ എടുക്കാൻ പോകുന്നത് രണ്ട് ട്രയാങ്കിൾ ആണ്.
അപ്പൊ ഞാൻ എടുക്കുന്ന ഫസ്റ്റ് കൺസിഡർ ദ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏതാ മലയാളത്തിൽ പറയുമ്പോ? SQR അല്ലെ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏതാ എടുക്കുന്നത്? SQR. മലയാളത്തിൽ പറയുമ്പോ ഏതാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? മട്ടകോണം അല്ലെ? യെസ് ഓർ നോ? ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? മലയാളം മീഡിയം ക്ലിയർ. ഓക്കെ. അപ്പൊ ഇവിടെ ഈ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ എടുക്കുന്നത്. വേണമെങ്കിൽ ഞാൻ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഞാൻ എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾ ഇതാ. ഓക്കെ. ഈ ട്രയാങ്കിൾ ഞാൻ സൈൻ തീറ്റ എടുത്താൽ ഏതാ വരിക? സൈൻ തീറ്റ ഈക്വൽ ടു പറയൂ. QR by SQ. QR by SQ അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ എതിർവശം ബൈ കർണം. അപ്പൊ ഇതിൽ നിന്ന് QR എഴുതാ. QR എത്രയാ വരിക? QR SQ sin theta. സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. SQ sin theta അല്ലെ? അപ്പൊ QR ഈക്വൽ ടു SQ എന്ന് പറഞ്ഞാൽ ഏതിന് പാരലലാ പറയൂ? ഫിഗർ നോക്കിയിട്ട് പറയൂ. OP. OP എന്ന് പറഞ്ഞാൽ ഏത് വെക്ടറാ? B. ബിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? B sin theta. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? അല്ലെ? ഇനി ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് കോസ് തീറ്റയാണ്. ശ്രദ്ധിക്കണം എല്ലാരും. കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏതാ? SR by SQ. അല്ലെ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ SR ബൈ ഏതാ വരിക? SQ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് SR എഴുതാം. SR ഏതാ വരിക? Cos SQ. Cos theta. Cos theta അല്ലെ? SQ എന്താണ് നമ്മളിപ്പോ പറഞ്ഞത്? SQ ഏതിന് തുല്യ? SQ ഏതിന് പാരലൽ? B അല്ലെ? അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്? B cos theta. ഇനി നമുക്ക് പറയേണ്ടത് ഒരു ട്രയാങ്കിളും കൂടിയാണ്. എന്നാ ഡെറിവേഷൻ ആയി. ഞാൻ ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ കൂടി എടുക്കുക. കൺസിഡർ. ഏത് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ എടുക്കുന്നത്? OQR. ഏതാ എടുക്കുന്നത്? OQR. അപ്പൊ നോക്ക് ഏതാ OQR? വേണേ ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഈ വലിയ ട്രയാങ്കിൾ കണ്ടില്ലേ? OQR അല്ലേ? OQR എല്ലാരും കണ്ടില്ലേ? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? ഓക്കെ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ പൈതഗോറസ് തിയറം പറയാറുണ്ട്. എന്താ? കർണം സ്ക്വയർ ഈക്വൽ ടു A square plus side square is equal to adjacent side square plus opposite side square പറയാറില്ലേ? അപ്പൊ ഇവിടെ നോക്കുക. ഇവിടെ കർണം എന്ന് പറഞ്ഞാൽ ഏതാ? OQ ആണ്. അപ്പൊ OQ സ്ക്വയർ ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെ എഴുതാം? OQ സ്ക്വയർ ഈക്വൽ ടു പിന്നെന്താ ഉള്ളത് പറയൂ? A square. ആരെങ്കിലും ഒരാൾ പറയൂ. OR square plus അഭിജിത്ത് ഒന്ന് പറഞ്ഞേ. OQ സ്ക്വയർ ഈക്വൽ ടു ഏതാ വരിക? OQ എന്ന് പറഞ്ഞാൽ കർണം. കർണം സ്ക്വയർ ഈക്വൽ ടു
OR. OR square plus B sin theta square. OR പിന്നെ ഏതാ RQ അല്ലേ R. OR square plus RQ square അല്ലേ അപ്പൊ ഞാൻ താഴെ OQ square equal to OR square plus RQ square. നിങ്ങൾക്ക് എപ്പോഴാണ് ചാനലിലെ ക്ലാസ് തുടങ്ങുന്നത്? എപ്പോഴാണ്? ക്ലാസ് ഇല്ലേ വിക്ടേഴ്സ് ചാനലില്? ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ഉണ്ടോ? എത്ര മണിക്കാ? ആ നമ്മൾ ഒരു 10 മിനിറ്റ് നീട്ടിയെടുത്തൂടെ? ഒരു 5 മിനിറ്റ് ഈ ഡെറിവേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. ഓ ക്ലാസ് സ്റ്റാർട്ട് ആയി. എങ്ങനെ? ക്ലാസ് സ്റ്റാർട്ട് ആയി വിക്ടേഴ്സ് ചാനലില്. എത്ര മണിക്കാണ്? സ്റ്റാർട്ട് ആയി 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ബൈ 10. നോ സ്റ്റാർട്ട് ആയി ഇതുവരെ. ഓക്കെ. വിക്ടേഴ്സിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഓക്കെ. ഞാൻ +2 11th തുടങ്ങിയില്ലല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾക്ക് വേറെ ക്ലാസ് ഉണ്ടോ അത് കഴിഞ്ഞാല്? നോ. അപ്പൊ ഞാൻ 5 മിനിറ്റ് ഒന്ന് നീട്ടിയെടുക്കുകയാണ് ഇതൊന്ന് കംപ്ലീറ്റ് ആകാൻ ഡെറിവേഷൻ കേട്ടോ. ഓക്കെ സർ. ഓക്കെ. അപ്പൊ ഈ OR-നെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ. ആദ്യം നമ്മൾ OQ എഴുതാം. എന്താ OQ എന്ന് പറഞ്ഞാൽ OQ-ന് നമ്മളൊരു സിമ്പൽ കൊടുത്തിട്ടുണ്ട്. ഏതാ OQ? അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം OQ സ്ക്വയർ എന്ന് പറഞ്ഞാൽ R സ്ക്വയർ ഈക്വൽ ടു OR ഞാൻ 2 ടേം ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. OR 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഏതാ? OS പ്ലസ് SR. OS പ്ലസ് SR. അപ്പൊ ഇതിനെ 2 ടേം ആയിട്ട് എഴുതാം. OS പ്ലസ് SR ഹോൾ സ്ക്വയർ പ്ലസ് ഏതാണ്? RQ സ്ക്വയർ. അപ്പൊ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നിങ്ങൾ ഈ ഫിഗറിൽ നോക്കിയിട്ട് പറയൂ OS എത്രയാ? അല്ലേ? അപ്പോ OS എന്നുള്ള ലെങ്ത് എന്ന് പറയുമ്പോൾ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് A പ്ലസ് SR നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ കണ്ടു. B cos theta. ഏതാ? B cos theta സ്ക്വയർ പ്ലസ് RQ. RQ എന്ന് പറഞ്ഞാൽ QR. 2 സെയിം ആണ് കേട്ടോ. B sin theta. RQ അല്ലെങ്കിൽ QR കണ്ടില്ലേ? RQ അല്ലെങ്കിൽ QR ഏതാ? B sin theta. അപ്പൊ B sin theta സ്ക്വയർ അല്ലേ? അപ്പൊ ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതാണ് ശ്രദ്ധിക്കുക. R സ്ക്വയർ ഈക്വൽ ടു, ഇതിനെ ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോ എങ്ങനെ എഴുതാം? A സ്ക്വയർ പ്ലസ് 2AB cos theta അല്ലേ? A സ്ക്വയർ പ്ലസ് 2AB ആവില്ല. പ്ലസ് B സ്ക്വയർ ഏതാ? B സ്ക്വയർ cos സ്ക്വയർ തീറ്റ പ്ലസ് ഏതാ വരിക? B സ്ക്വയർ sin സ്ക്വയർ തീറ്റ. Am I correct? അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇത് എഴുതുന്ന ഞാൻ ശ്രദ്ധിക്കുക. A സ്ക്വയർ പ്ലസ് 2AB cos തീറ്റ. ഇനി ഈ 2 ടേമിലും B സ്ക്വയർ ഉണ്ട്, ശ്രദ്ധിക്കണം. ഇവിടെയും B സ്ക്വയർ ഉണ്ട്, ഇവിടെയും B സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം, ഔട്ട്സൈഡ് എടുക്കാം. അപ്പൊ B സ്ക്വയർ ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക? cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ അല്ലേ? cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ എത്രയാ? 1 ആണ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാം? A സ്ക്വയർ പ്ലസ് 2AB cos theta plus B square. B square into 1. അപ്പൊ B square.
അപ്പൊ ആർ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ആർ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എനിക്കിവിടെ എ സ്ക്വയർ പ്ലസ് ബിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്, ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അപ്പൊ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഫോർമുല, ഇതാണ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞത്. ആർ ഈക്വൽ ടു ഏതാണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. നിഹാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിഹാൽ എൻ കെ. അപ്പൊ ആർ വരിക റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അപ്പൊ ഇതാണ് നിങ്ങളോട് ചോദിച്ചത്. എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ്. റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് അതാണ് 6 അല്ലെ? അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാനാ പറഞ്ഞത്? ഇൻ ടേംസ് ഓഫ് ഏതിന്റെ രൂപത്തിൽ? their magnitudes എന്ന് പറഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്, എന്റെയും ബിന്റെയും മാഗ്നിറ്റ്യൂഡിന്റെ രൂപത്തിൽ. അതേപോലെ ആംഗിൾ ബിറ്റ്വീൻ ദം, എന്റെയും ബിന്റെയും ഇടയിലുള്ള ആംഗിളിന്റെ രൂപത്തിൽ. അപ്പൊ എങ്ങനെ എഴുതാം? ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ആണ്. ഏതൊക്കെ തമ്മിലുള്ള ആംഗിൾ ആണ്? വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലുള്ള ആംഗിൾ ആണ്. അപ്പൊ ഈ ഡെറിവേഷൻ എല്ലാരും കാണാതെ പഠിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഡെറിവേഷൻ അങ്ങനെ തന്നെ കാണാതെ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു സോൾവ്ഡ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇത് തന്നെ നമുക്ക് ട്രയാങ്കുലർ ലവ് മെത്തേഡ് ഉപയോഗിച്ചാലും ചെയ്യാം കേട്ടോ നിഹാലെ. ഇത് തന്നെ ട്രയാങ്കുലർ ലോ മെത്തേഡ് ഉപയോഗിച്ചാലും ചെയ്യാം. ബട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തത് ഈ മെത്തേഡിലാണ്. അപ്പൊ ബോർഡ് എക്സാമിൽ നമ്മൾ എഴുതേണ്ടത് ഈ മെത്തേഡിലാണ്. ഈ മെത്തേഡിൽ എഴുതിയെങ്കിലേ നിങ്ങളെ ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന് മനസ്സിലാവും. കാരണം അവർ ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അതേ മെത്തേഡ് ഉപയോഗിച്ചത് കേട്ടോ. ട്രയാങ്കുലർ ലവ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചാലും കിട്ടും. ക്ലിയർ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരൊറ്റ പ്രോബ്ലം എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്താൽ നമുക്ക് നിർത്താം. പ്രോബ്ലം എല്ലാവരും നോക്കുക, ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പ്രോബ്ലം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കും. 2 ഫോഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? 3 ന്യൂട്ടണും 4 ന്യൂട്ടണും. എങ്ങനെ ആക്ട് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ആണ്. നിങ്ങൾ എന്താ കാണേണ്ടത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ്. ആ ബ്രാക്കറ്റ് കൊടുത്തത് ആൻസർ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് 2 വെക്ടേഴ്സ് ഉണ്ട്, എയും ബിയും അല്ലെ? എ 3 ന്യൂട്ടൺ ആണ്, ബി 4 ന്യൂട്ടൺ ആണ്. എങ്ങനെ ആക്ട് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ആംഗിൾ എത്രയാ? 90 ഡിഗ്രിയാണ് അല്ലെ? അപ്പൊ നിങ്ങളോട് ചോദിച്ചത് ഈ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് അത് കാണാൻ നമ്മൾ ഇപ്പൊ ഒരു ഫോർമുല പഠിച്ചു. ഏതാ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പഠിച്ചില്ലേ? ഇത് ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കൂ, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കൂ. എത്ര പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്? ആൻസർ വേണ്ടത് 5 ആണ്.
എത്ര പേർക്ക് ആൻസർ കിട്ടി? ആരുമില്ലേ? cos 90 എത്രയാ വരിക? ഒന്ന് പറഞ്ഞേ. cos 90 എത്രയാ? 0 ആണ് കേട്ടോ. ഫൈനൽ ആൻസർ കിട്ടിയവർ എത്ര പേരുണ്ട്? പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. ഫൈനൽ ആൻസർ കിട്ടിയവർ എത്ര പേരുണ്ട്? 5 ആണ്. ഓക്കെ, ദേവിക ആൻസർ കിട്ടിയിട്ടുണ്ട്. നിഹാൽ NK, അലൻ കിട്ടിയിട്ടുണ്ട്, കാജൽ കിട്ടിയിട്ടുണ്ട്, നന്ദന. ഓക്കെ, മിൻഹ, ഓക്കെ. കിട്ടാത്തവര് ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാം. a² + b². അപ്പൊ ഏതാ? 3² + 4² + 2 × 3 × 4 × cos 90. cos 90 എത്രയാ? 0 ആണ്. അപ്പൊ നമുക്ക് കിട്ടുക 3² + 4² ഈ ടേം 0 ആവും. അപ്പൊ ഇത് കിട്ടുക √9 + 16. അപ്പൊ കിട്ടുക √25. √25 എന്ന് പറഞ്ഞാൽ ഏതാണ്? 5 ആണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഈ മെത്തേഡ് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കണം. കാരണം നിങ്ങൾക്ക് തന്ന മെറ്റീരിയലിൽ ചിലപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്ന മെറ്റീരിയലിൽ ഇതിന്റെ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. സ്ക്രീൻഷോട്ട് എടുത്തോ? എടുത്തില്ലേ? എടുത്തില്ലടാ? ഈ പ്രോബ്ലം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എടുത്തില്ലേ? ഇനി നോക്കുക, ഇതിന്റെ മുമ്പത്തെ ഡെറിവേഷൻ, അത് നിങ്ങളെ മെറ്റീരിയലിൽ കൊടുത്തിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ ഒരു സോൾവഡ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു സോൾവഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതും കൂടി ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് നോക്കണം. ഈ പ്രോബ്ലത്തിന്റെ ആൻസറും കൂടി. ഇങ്ങനെ ഷെയ്ഡ് ചെയ്യൊന്നും വേണ്ട, എക്സാമിന് ഇങ്ങനെ ജസ്റ്റ് എഴുതിയാൽ മതി. ഫിഗർ വരയ്ക്കുക, എഴുതുക കേട്ടോ. ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ? മുകൾ ഭാഗം എടുത്തില്ലേ? ഇനി ഇതിന്റെ താഴെ കൂടി ഒന്ന് എടുത്തേക്കാം. എടുത്തില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നെടുത്ത ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉള്ളവർക്ക് മാത്രം നിന്നാൽ മതി, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഈ ഡെറിവേഷൻ ഞാൻ എന്തായാലും ചോദിക്കും. അപ്പൊ ഈ ഡെറിവേഷൻ ഞാൻ നിങ്ങളെ വീഡിയോ ഓൺ ആക്കിയിട്ട് നിങ്ങൾ ഡിറൈവ് ചെയ്ത് കാണിക്കണം എല്ലാവരും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് വന്നാൽ മതി. ഈ ഡെറിവേഷൻ ശരിക്കും പഠിക്കണം. ഈ പ്രോബ്ലം അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ എല്ലാവരും കൊണ്ട് എഴുതിക്കും കേട്ടോ. മൈക്ക് ഓൺ ആക്കി വെച്ചിട്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് ഞാൻ ശ്രദ്ധിക്കും നിങ്ങൾ എഴുതുന്നുണ്ടോ അല്ലേ എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ മാത്രം നിൽക്കുക, ബാക്കിയുള്ളവർ ലീവ് ചെയ്യുക. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ.